Going to present a group section that is the 7th chapter, Chitra Chalapana. എല്ലാവർക്കും ഈ സെക്ഷനിലേക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിനെ ഞങ്ങളുടെ ഗ്രൂപ്പ് നമ്മളെല്ലാവരെയും ഈ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. അത് സുഖമാണോ? ഇങ്ങനെ ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞ നന്നായിട്ട്? ശരി, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചിത്രശലഭങ്ങൾ എന്ന ഒരു പാഠമാണ്. നമ്മുടെ മലയാളത്തിലെ പ്രശസ്ത കവി എസ് ജോസഫ് എഴുതിയ ചന്ദ്രനോടൊപ്പം എന്ന കൃതിയിൽ നിന്നെടുത്തിട്ടുള്ള ചിത്രശലഭങ്ങൾ എന്നൊരു കവിതയാണ്, കൊച്ചു കവിതയാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. എന്താ നമ്മുടെ പാഠത്തിൻ്റെ പേര്? ചിത്രശലഭം. ചിത്രശലഭങ്ങളെ നമുക്ക് ആ പൂന്തോട്ടത്തിലേക്ക് ഒന്ന് പോയാലോ? ಎಲ್ಲ റെക്കോർഡായി താരയ്ക്ക് കാണാൻ കഴിഞ്ഞോ? ചിത്രശലഭത്തെ ഇത്ര കേൾപ്പിച്ചു തരാം ശബ്ദം. കേൾക്കാമോ? നമ്മുടെ പ്രകൃതി ഒരു ചിത്രശാലയാണ്. നാനാവർണ്ണങ്ങൾ ചാലിച്ച് സർവ്വജീവജാലങ്ങളും അവിടെ വിരുന്നൊരുക്കുകയാണ്. ശരിക്കും മനുഷ്യരുണ്ടാകുന്ന കാലത്തിന് മുമ്പ് തന്നെ ചിത്രശലഭങ്ങളാണ് നമ്മുടെ ചിത്രം വരച്ചിരുന്നത്. നമുക്ക് ഈ ഒരു കവിത നമുക്കൊന്ന് ചൊല്ലാം. രണ്ടു കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ. ഭൂമിയിൽ ചിത്രങ്ങളില്ലാതിരുന്ന കാലത്തെ ആളുകളെ ചിത്രങ്ങൾ കൊണ്ടു നടന്നു കാണിച്ചു. പിന്നീട് ഗുഹാചിത്രങ്ങളും ചുമർ ചിത്രങ്ങളും ക്യാൻവാസ് ചിത്രങ്ങളും വന്നു. അല്പായുസ്സുകളായ ചിത്രശലഭങ്ങൾ ചിത്രങ്ങളുമായി പറന്നു നടന്ന് പുഴുക്കളായി കഴിഞ്ഞ കാലത്ത് അവ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞു. പുഴുക്കളുമാണ് ചിത്രച്ചിറകുകളുമാണ് വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടി വൈരൂപ്യത്തെയും സൗന്ദര്യമാക്കുന്നവരാണ്. പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്കു മുൻപേ മനുഷ്യരുടെ ബാല്യകാലം. രണ്ടു ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് പറക്കുന്നു. മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുന്നു. ശേഷം പുഴുവായി ഇഴഞ്ഞു നടക്കുന്നു. എങ്ങനെയുണ്ട് കവിത? കൊള്ളാമോ? ശരി, നിങ്ങൾക്കൊന്ന് ചൊല്ലാമോ ചിത്രശലഭങ്ങളുടെ കവിത? റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ചൊല്ലിക്കോ. രണ്ടു കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ. ശരി, ഇപ്പോൾ ഈ കവിതയിൽ എന്താ പറയുന്നത്? മനുഷ്യരുണ്ടാകുന്ന കാലത്തിന് മുമ്പ് തന്നെ എന്തുണ്ടായിരുന്നു? ചിത്രശലഭങ്ങൾ ഉണ്ടായിരുന്നു. പ്രാചീന കാലത്തിൽ മനുഷ്യർ എങ്ങനെയാണ്
ചിത്രങ്ങളില്ലാതെ പണ്ട് കാലത്ത് മനുഷ്യർ ജീവിച്ചിട്ടുണ്ടെന്നുള്ള ഒരാശയം നമുക്ക് കിട്ടുന്നത് നമ്മുടെ കവിതയിൽ പറയുന്നതനുസരിച്ച് ഗുഹാചിത്രങ്ങൾ അല്ലെ. കേരളത്തിൽ എവിടെയാണ് ഗുഹാചിത്രം ഉണ്ടായിരുന്നത്? ഇതൊക്കെ പറയാമോ? എന്താ കേട്ടില്ല? വയനാട്ടിലെ എടയ്ക്കൽ ഗുഹയിൽ അല്ലെ ഒരു ഗുഹാചിത്രമുണ്ട്. അത് വളരെ പ്രശസ്തമാണ്. ഇന്ന് നമുക്ക് നോക്കിയാലും പണ്ട് മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവിടുത്തെ സംസ്കാരത്തിൽ എന്തൊക്കെയായിരുന്നു ആ ഗുഹാചിത്രങ്ങളിലൂടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വീണ്ടും കവിതയിൽ പറയുന്നുണ്ട്, നമ്മുടെ എസ് ജോസഫ് പറഞ്ഞു വയ്ക്കുന്നത് ചുമർ ചിത്രങ്ങൾ. ഈ ചുമർ ചിത്രങ്ങൾ എവിടെയാണ് കാണാൻ കഴിയുന്നത്? നമുക്ക് നമ്മുടെ കേരളത്തിലെ കൃഷ്ണപുരം കൊട്ടാരത്തിൽ അല്ലെ. എവിടെയാണ്? ഗജേന്ദ്ര മോക്ഷം അല്ലെ. ഗജേന്ദ്ര മോക്ഷം എന്ന് പറയുന്ന ആ ഒരു വലിയ ചുമർ ചിത്രം അത് വളരെ പ്രശസ്തമാണ്. നമുക്ക് അവിടെ പോയാൽ അത് കാണാൻ കഴിയും. പിന്നെ തൊട്ടടുത്ത് വരുന്നതായിട്ട് കവി പറഞ്ഞു വയ്ക്കുകയാണ് ക്യാൻവാസ് ചിത്രങ്ങൾ. എന്താണ് ക്യാൻവാസ് ചിത്രം? ഈ ക്യാൻവാസ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നത് നമ്മുടെ ആധുനിക ഭാരതീയ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാ രവിവർമ്മയാണ്. രാജാ രവിവർമ്മയാണ് ക്യാൻവാസ് എന്ന് പറയുന്ന ആശയം, അതുപോലെ എണ്ണച്ചായം എന്ന് പറയുന്ന ആശയമൊക്കെ നമ്മുടെ ഇന്ത്യയിലും അതുപോലെ കേരളത്തിലൊക്കെ ധാരാളം സംഭാവനകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ആശയങ്ങളാണ് എന്തൊക്കെ ചിത്രങ്ങളാണ് തന്റെ ചിത്രത്തിലൂടെ രാജാ രവിവർമ്മ ഏതെങ്കിലും ഉദാഹരണങ്ങൾ പറയാൻ വന്നത്? ഹംസവും ദമയന്തി അല്ലെ. ഹംസവും ദമയന്തി, അതുകൂടാതെ ദർഭമുനമുണ്ട ശകുന്തള തുടങ്ങി ഒട്ടനവധി പ്രശസ്തമായ ചിത്രങ്ങൾ നമ്മുടെ രാജാ രവിവർമ്മ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കവിതയിലൂടെ എസ് ജോസഫ് വരച്ചു വയ്ക്കുന്നത് ചിത്രശലഭങ്ങളെ കുറിച്ചാണ്. മനുഷ്യരുണ്ടാകുന്ന കാലത്തിന് മുമ്പ് തന്നെ ആരുണ്ടായിരുന്നു? ചിത്രശലഭങ്ങൾ ഉണ്ടായിരുന്നു. ശരി, നിങ്ങൾക്ക് ഞാനൊരു പേപ്പർ തരാം, നിങ്ങൾക്കൊന്ന് വരയ്ക്കാമോ? നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് ചിത്രശലഭം ഉണ്ടായിരുന്നു?